DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 1 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ആധാറിലെ മേൽവിലാസം എളുപ്പത്തിൽ മാറ്റാനുള്ള സൗകര്യം പുതിയ ആധാർ ആപ്പിൽ ലഭ്യമായിരിക്കുകയാണ്. 75 രൂപയാണ് നിരക്ക്. പുതിയ വിലാസം തെളിയിക്കുന്ന രേഖ അപ്ലോഡ് ചെയ്താൽ മതി. പരമാവധി 30 ദിവസത്തിനകം പരിശോധനകൾക്ക് ശേഷം വിലാസം മാറുന്നതാണ്. മൊബൈൽ നമ്പർ മാറ്റാനും സൗകര്യമുണ്ട്. ആപ്പ് സ്റ്റോറിൽ നിന്ന് ആധാർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സർവീസസ് വിഭാഗത്തിൽ മൈ ആധാർ അപ്ഡേറ്റ് എന്ന ഓപ്ഷനിലാണ് ഇതിനുള്ള സൗകര്യമുള്ളത്. വൈകാതെ വ്യക്തിയുടെ പേര്, ഇമെയിൽ എന്നിവ അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യവും ആപ്പിൽ ലഭ്യമാകുന്നതാണ്. അടുത്ത അറിയിപ്പ്, സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വോട്ടർമാരുടെ പൗരത്വ രേഖകളുടെ പരിശോധന തുടങ്ങിയിരിക്കുകയാണ്. 2002 പട്ടിക പ്രകാരം സ്ഥിരീകരിക്കാൻ കഴിയാത്ത വോട്ടർമാരുടെ പൗരത്വ രേഖകളാണ് BLOമാർ പരിശോധിക്കുന്നത്. SIRന്റെ ആദ്യഘട്ടത്തിൽ വോട്ടർമാരിൽ നിന്ന് ഫോം പൂരിപ്പിച്ച് വാങ്ങുക മാത്രമാണ് ചെയ്തത്. SIR ഫോം പൂരിപ്പിച്ച് നൽകിയെങ്കിലും പല കാരണങ്ങളാൽ 2002 പട്ടികയിൽ വോട്ടറെയോ ബന്ധുക്കളെയോ കണ്ടെത്താൻ കഴിയാത്ത വോട്ടർമാരുണ്ട്. ഇവരുടെ പേര് വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BLOമാർക്ക് കൈമാറിയിട്ടുണ്ട്. ഇവരുടെ രേഖകൾ സ്ഥിരീകരിക്കുന്ന മാപ്പിംഗ് നടപടികളുടെ ഭാഗമായാണ് രേഖകളുടെ പരിശോധന. 1987 മുൻപ് ജനിച്ചവരാണെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന 13 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം. 1987 ശേഷമുള്ള വോട്ടറാണെങ്കിൽ 13 രേഖകളിൽ ഏതെങ്കിലും ഒന്നും, മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളുടെ രേഖയും ഹാജരാക്കണം. 2004 ശേഷമുള്ള വോട്ടറാണെങ്കിൽ വോട്ടറുടെ രേഖയ്ക്ക് പുറമെ അച്ഛൻ്റെയും അമ്മയുടെയും രേഖകൾ ഹാജരാക്കണം. ഔദ്യോഗിക രേഖയായി ആധാർ കാർഡ് ഹാജരാക്കുന്നവരുടെ മറ്റേതെങ്കിലും രേഖ കൂടി പരിശോധിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. SIR പട്ടികയിൽ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും പേരിലോ വിലാസത്തിലോ തെറ്റുകളുള്ള വോട്ടർമാരുണ്ട്. ഈ വോട്ടർമാരെ തിരിച്ചറിഞ്ഞെന്ന് BLO ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് നൽകണം. അടുത്ത അറിയിപ്പ്, SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, HDFC ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ വായ്പകളുടെ പലിശ കുറച്ചിരുന്നു. ജനുവരി 1 മുതൽ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശയും കുറയും. SME സംരംഭങ്ങൾക്കുള്ള വായ്പയുടെ മേൽ ഈടാക്കുന്ന പ്രീപേയ്മെന്റ് ചാർജുകൾ ഇന്നു മുതൽ ഒഴിവാകും. പ്രാഥമിക, അർബൻ സഹകരണ ബാങ്ക്, ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും ചട്ടം ബാധകമാണ്. മുൻകൂർ വായ്പ അടച്ചു തീർക്കുമ്പോൾ ഈടാക്കുന്ന ചാർജാണിത്. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നും നാളെയും റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ജനുവരി 3 ശനിയാഴ്ച മുതലാണ് ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത്. മഞ്ഞ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപയ്ക്കും ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിനു പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കും. നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 2 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. വെള്ളക്കാർഡിന് 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡ് ഒന്നിന് 1 കിലോ മുതൽ 2 കിലോ വരെ ആട്ട 17 രൂപ നിരക്കിൽ ലഭിക്കും. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് നീലവെള്ള കാർഡുകാർക്ക് ഇത്തവണ അരിവിഹിതം നന്നേ കുറവാണ്. പൊതുവിഭാഗം സ്ഥാപന കാർഡായ ബ്രൗൺ കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുന്നത്. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് പരമാവധി 1 കിലോ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. അടുത്തറിയിപ്പ്, ഗ്യാസ് സിലിണ്ടർ ഉപയോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഉജ്ജ്വല യോജന ഗ്യാസ് കണക്ഷൻ ഗുണഭോക്താക്കൾ ഇലക്ട്രോണിക് KYC മാർച്ച് 31 പൂർത്തിയാക്കേണ്ടതാണ്. അതിനുശേഷം KYC ചെയ്താലും സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടേക്കാം. ഏത് ഏജൻസിയിൽ നിന്നാണ് ഗ്യാസ് എടുത്തിട്ടുള്ളത് അവിടെ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. മാർച്ച് 31 KYC ചെയ്യണമെന്നാണ് അറിയിപ്പ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.